Welcome back to Bosco Campus Vision. This is the fifth lecture of Introduction to Programming, topic Structure of a C Program. This is the basic structure of a C program. The first section include header file section, then global declaration section, then comments, void main, open brace, declaration part, function call, executable part, then closing the brace, user defined functions, opening brace, body of the function, then closing the brace. This is the basic structure of a C program. സാധാരണ ഒരു സി പ്രോഗ്രാം എഴുതുമ്പം അതിന് ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് ഒരു സി പ്രോഗ്രാം എഴുതേണ്ടതെന്ന്. ആ സ്ട്രക്ചറിൽ മാത്രമേ നമുക്ക് ഇത് എഴുതാൻ പറ്റത്തുള്ളൂ, ഈ പ്രോഗ്രാം എഴുതാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ സെക്ഷൻ. സി പ്രോഗ്രാം ഡിപ്പെൻഡ്സ് അപ്പോൺ സം ഹെഡർ ഫയൽസ് ഫോർ ഫങ്ഷൻ ഡെഫിനിഷൻ ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ പ്രോഗ്രാം. അതായത് പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പം ഏറ്റവും ടോപ്പിൽ നമ്മൾ എഴുതുന്നതെന്ന് പറയുന്നത് ഹെഡർ ഫയൽസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹെഡർ ഫയൽസ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് നമ്മൾ എഴുതുന്നത്. സി പ്രോഗ്രാം ഡിപ്പെൻഡ്സ് അപ്പോൺ സം ഹെഡർ ഫയൽസ് ഫോർ ഫങ്ഷൻ ഡെഫിനിഷൻ ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ പ്രോഗ്രാം. ഈച്ച് ഹെഡർ ഫയൽ ഹാസ് എക്സ്റ്റൻഷൻ .h. അതായത് ഈ ഓരോ ഹെഡർ ഫയൽസിൻ്റെയും എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, .hലായിരിക്കും. The header files are included at the beginning of the program by using #include directive. അതായത് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പിട്ടായിട്ട് ആദ്യം എഴുതുന്നതാണ് നമ്മൾ ഈ ഹെഡർ ഫയൽ സെക്ഷൻ എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നത്, .h എന്നുള്ള എക്സ്റ്റൻഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഹെഡർ ഫയൽസിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കും അത് ബിഗിൻ ചെയ്യുന്നതെന്ന് പറയുന്നത് #include എന്ന് പറയുന്ന ഡയറക്റ്റീവ് വെച്ചിട്ടായിരിക്കും. എക്സാമ്പിൾ നോക്കിയേ, #include stdio.h. ഈ ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് വേണ്ടിയിട്ടാണ് ഈ ഹെഡർ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പ്രോഗ്രാം എഴുതുന്നതിന് ഫസ്റ്റ് ലൈനാണ് ഈ പറയുന്നത് #include stdio.h. ഈ ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിന് വേണ്ടിയിട്ടും അടുത്ത രണ്ടാമത്തെ ഹെഡർ ഫയലായ #include എന്നാണ് അത് വായിക്കുന്നത്, #include പിന്നെന്താണ് conio.h, conio.h. അതായത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ ഈ conio.h എന്നുള്ളത് എഴുതുന്നത്. stdio.h അതുപോലെ തന്നെ conio.h എഴുതുന്നത്. അങ്ങനെ ഇതിന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ conio.h എന്ന് പറഞ്ഞാൽ കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിന് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മസ്റ്റായിട്ട് ഈ രണ്ട് ഹെഡർ ഫയൽസാണ് നമ്മളൊരു പ്രോഗ്രാമിൽ ആഡ് ചെയ്യുന്നത്, #include stdio.h #include conio.h. സെക്കൻഡ് ഈസ് ഗ്ലോബൽ ഡിക്ലറേഷൻ. ദിസ് സെക്ഷൻ ഡിക്ലെയർസ് സം വേരിയബിൾസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ മോർ ദാൻ വൺ ഫങ്ഷൻ. ദീസ് വേരിയബിൾസ് ആർ നോൺ ആസ് ഗ്ലോബൽ വേരിയബിൾസ്. ദിസ് സെക്ഷൻ മസ്റ്റ് ബി ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓഫ് ഓൾ ദി ഫങ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. അതായത് നമ്മൾ ഹെഡർ സെക്ഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. നമ്മൾ പ്രോഗ്രാം ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോഗ്രാമൊക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് നമുക്ക് വേരിയബിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. അത് എന്തായിരിക്കും, ഈ വേരിയബിൾസിനെ പറയുന്ന പേരാണ് ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ദിസ് സെക്ഷൻ മസ്റ്റ് ബി ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓഫ് ഓൾ ദ ഫങ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. ഫങ്ഷൻ്റെ എല്ലാം ഏറ്റവും വെളിയിലായിട്ടായിരിക്കും നമ്മൾ ഈ വേരിയബിൾസിനെ എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെയാണ് ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന സെക്ഷനാണ് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ തേർഡ് പാർട്ട് ഈസ് മെയിൻ ഫങ്ഷൻ. അതായത് എഴുതുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ, പിന്നെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒരു ബ്രാക്കറ്റ് ഇടുന്നു, അതിനെയാണ് ഫങ്ഷൻ എന്നാണ് നമ്മളതിനെ സി പ്രോഗ്രാമിൻ്റെ അകത്ത് വായിക്കുന്നത്, ഫങ്ഷൻ എന്നാണ് വായിക്കുന്നത്. മെയിൻ, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ബ്രാക്കറ്റ് കഴിഞ്ഞ് ഫങ്ഷൻ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ബിഗിനിങ് ഓഫ് ദ പ്രോഗ്രാം. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ ബിഗിനിങ്. അതായത് ഫസ്റ്റ് നമ്മൾ ഹെഡർ സെക്ഷൻ കൊടുത്തു കഴിഞ്ഞു, അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഗ്ലോബൽ ഡിക്ലറേഷൻ വേരിയബിൾസ് കൊടുത്തു കഴിഞ്ഞ് അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ബിഗിനിങ് ഓഫ് ദ പ്രോഗ്രാം. എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് സെക്ഷൻ. ഇറ്റ് ക്യാൻ ബി മെൻഷൻഡ് ഇൻ വേരിയസ് ഡിഫറെൻറ്റ് ഫോംസ്.
ഗ്ലോബൽ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുത്ത ശേഷമാണ് ഈ മെയിൻ ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ വേരിയസ് ഫോംസ് ആണ്. ഫസ്റ്റ് വൺ ഇൻറ്റ് മെയിൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് വോയിഡ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഇതിനെ പറയുന്നു ദിസ് മീൻസ് ദാറ്റ് മെയിൻ ഫംഗ്ഷൻ ടേക്സ് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺസ് എ വാല്യൂ ഓഫ് ടൈപ്പ് ഇൻറ്റ്. ഇൻറ്റ് എന്ന് പറഞ്ഞ ടൈപ്പിലൊരു വാല്യൂ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നു. എന്നാൽ ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല. ഇൻറ്റ് എന്ന് പറയുന്നതും വോയിഡ് എന്ന് പറയുന്നതും എന്താണ്, സി പ്രോഗ്രാമിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കീവേഡ്സ് ആണ്. സെക്കൻഡ് വൺ മെയിൻ ഫംഗ്ഷൻ. വെൻ ഇൻറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ബൈ ഡീഫോൾട്ട് ദ മെയിൻ ഫംഗ്ഷൻ റിട്ടേൺസ് ആൻ ഇൻറ്റീജർ വാല്യൂ. അതായത് മെയിൻ പിന്നെന്താണ് ബ്രാക്കറ്റ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ചെയ്താൽ അതിനെ നമ്മൾ ഫംഗ്ഷൻ എന്നാണ് വായിക്കുന്നത്. വെൻ ഇൻറ്റ് ഈസ് നോട്ട് മെൻഷൻ ബൈ ഡീഫോൾട്ട് ദ മെയിൻ ഫംഗ്ഷൻ റിട്ടേൺസ് ആൻ ഇൻറ്റീജർ വാല്യൂ. ദെൻ വോയിഡ് മെയിൻ ബ്രാക്കറ്റിൽ വോയിഡ്നോ അല്ലെങ്കിൽ വോയിഡ് മെയിൻ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ബ്രാക്കറ്റ് ഇട്ടാൽ ദീസ് ഫങ്ഷൻസ് ടേക്ക് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ നത്തിങ്. അതായത് ആർഗ്യുമെൻറ്റ്സ് ഒന്നും അതെന്ത് ചെയ്യുന്നില്ല, റീഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇറ്റ് ഡസ് നോട്ട് റിട്ടേൺ നത്തിങ്. Then the opening curly braces show the start of the main function and closing curly braces make the end of the code. The program statements are enclosed within these braces. ഈ വോയിഡിനുള്ള ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ബ്രേസസ് എഴുതുന്നു. ഈ ബ്രേസസിൻ്റെ അകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം എഴുതുന്നത്. അതാണ് പറഞ്ഞേക്കുന്നത്. ദ ഓപ്പണിംഗ് കേളി ബ്രേസസ് shows the start of the main function and also the closing curly braces mark the end of the code. Next one is declaration part. The declaration part declares the entire local variables used in the program and scope of the variables is limited to that function where it is declared. The initialization of variables can be done in this section. Initialization means providing values to the variables. അപ്പം നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ വേരിയബിൾസിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അതിനെ പറയുന്ന പേരാണ് ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്നോട് നമ്മൾ പറയും. അതായത് നമ്മുടെ ആ പ്രോഗ്രാമിൽ മാത്രം യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ആയിരിക്കും നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഈ ഡിക്ലറേഷൻ പാർട്ടിൻ്റെ അകത്ത് തന്നെ നമുക്ക് വേരിയബിൾസിൻ്റെ വാല്യൂസിനെ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻറ്റ് എ എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇൻറ്റ് എ ഈക്വൽ ടു 10 കൊടുക്കാം. അതായത് ആ എ എന്നുള്ള എൻ്റെ വേരിയബിളിൻ്റെ അകത്ത് 10 എന്നുള്ള വാല്യൂ ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദ ഇനിഷ്യലൈസേഷൻ ഓഫ് വേരിയബിൾസ് ക്യാൻ ബി ഡൺ ഇൻ ദിസ് സെക്ഷൻ. ഓൾസോ ഇനിഷ്യലൈസേഷൻ മീൻസ് പ്രൊവൈഡിങ് വാല്യൂസ് ടു ദ വേരിയബിൾസ്. നെക്സ്റ്റ് വൺ ഈസ് എക്സിക്യൂട്ടബിൾ പാർട്ട്. This part contains a set of statements or a single statements followed by the declaration of the variable. ഇപ്പോൾ എക്സിക്യൂട്ടബിൾ പാർട്ടിൻ്റെ അകത്താണ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്സോ കാണും ഏതിനായി ഡിക്ലറേഷൻ കഴിഞ്ഞ ശേഷം. നെക്സ്റ്റ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ദീസ് ആർ ഫങ്ഷൻസ് ഡിഫൈൻഡ് ബൈ ദ യൂസർ ആൻഡ് ആർ ഔട്ട്സൈഡ് ഓൾ ദ മെയിൻ ഫങ്ഷൻ. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് യൂസർ ഡിഫൈൻ ചെയ്ത ഫങ്ഷൻസിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദീസ് ആർ ഫങ്ഷൻസ് ഡിഫൈൻഡ് ബൈ ദ യൂസർ ആൻഡ് ആർ ഔട്ട്സൈഡ് ഓൾ ദ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷന് വെളിയിലായിരിക്കും ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ബോഡി ഓഫ് ദ ഫംഗ്ഷൻ. ദ സ്റ്റേറ്റ്മെൻറ്റ്സ് എൻക്ലോസ്ഡ് വിത്തിൻ ദ കേർലി ബ്രേസസ് ആർ കോൾഡ് ബോഡി ഓഫ് ദ ഫംഗ്ഷൻ. അതായത് നമ്മൾ പറഞ്ഞു വോയിഡ് മെയിൻ എഴുതിയിട്ട് കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് എഴുതുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോഡി ഓഫ് ദ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ആ കേർലി ബ്രേസസിന് അകത്ത് എഴുതുന്നതിനെയാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫംഗ്ഷൻ കോൾ. From the main, a user-defined function can be invoked by the user as per need. അതായത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇറ്റ് ക്യാൻ ബി ഇൻവോക്ഡ് ബൈ ദ യൂസർ ആസ് പെർ നീഡ്. നമുക്ക് യൂസറിൻ്റെ ആവശ്യപ്രകാരം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവോക്ക് ചെയ്യാൻ പറ്റും. ദെൻ 9th one is comments. Comments are used to increase the readability of the program. The compiler does not execute comments. It can be placed anywhere in a program. Comments നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് കമ്പൈലർ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, എക്സിക്യൂട്ട് ചെയ്യത്തില്ല. എന്നിരുന്നാലും ഇത് നമുക്ക് ഈ കമൻസ് പ്രോഗ്രാമിൻ്റെ എവിടെ വേണമെങ്കിലും കൊടുക്കാം.
അതായത് കമൻസ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴോ നമുക്ക് എന്ത് ചെയ്താൽ കമൻസ് കൊടുക്കാം. അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തതെന്ന് വേറൊരു യൂസർ കയറുമ്പോഴായിക്കോട്ടെ നമുക്ക് അതിൻ്റെ റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നോക്കിയാൽ ആ ഫസ്റ്റിൽ കാണിച്ച ആ ഫിഗർ നന്നായിട്ട് പഠിക്കണം. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം മിക്കവാറും ചോദിക്കുന്നതാണ്. ആ ഫിഗർ വരച്ച ശേഷം നിങ്ങൾ ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം ടുഡേയ്സ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം. എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം. മസ്റ്റായിട്ട് ആ ഫിഗർ, ആ ഡയഗ്രാം എന്ത് ചെയ്യണം, വരച്ചിരിക്കണം.